നിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ നിങ്ങളുടെ തോമസ് സാറിനൊന്ന് കാണട്ടെ, ശരിയാക്കി തരാം. അയ്യോ അച്ഛ, മാഷി ഒന്നും ചെയ്യല്ലേ, തോമസ് സാറ് പാവാ. ഓ സാറിനെ അല്ല, നിന്നെ ശരിയാക്കാൻ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല അല്ലേടാ. കഴിഞ്ഞ ആഴ്ച മാഷെ കണ്ടപ്പോ പറഞ്ഞതാ. കഴിഞ്ഞ ആഴ്ചയോ? ആ, മാഷ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ശരിയാ, കാരണം അത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യമായിരുന്നു. ഔട്ട് ഓഫ് സിലബസോ? ഓ, ജനറൽ നോളജ് ആയിരിക്കും അല്ലേ? അതെനിക്കറിയില്ല. അല്ല, എന്തായിരുന്നു ചോദ്യം? ആരാ ബെഞ്ചിന്റെ കാലൊടിച്ചതെന്ന്. അത് ശരി, ഇതാണോ ചോദ്യം? പിന്നെ അത് ചോദ്യമല്ലേ, ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. നീയാണോടാ ഓടിച്ചത്? അല്ലെന്നേ, 2ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു ബെഞ്ചിന്റെ കാല് ഞാൻ പൊട്ടിച്ചു, അത് സത്യാ. ആ നശിച്ച പേര് ഇതുവരെയായിട്ടും പോകുന്നില്ല. സ്കൂളിൽ ആര് ബെഞ്ചിന്റെ കാല് പൊട്ടിച്ചാലും ആ ചീത്തപ്പേര് എന്റെ തലയിൽ കേറും. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അത് കഴിഞ്ഞ ആഴ്ചയല്ലേ. ഈ ആഴ്ചത്തെ പെർഫോമൻസിനെ കുറിച്ച് മാഷ് ഒന്ന് വിളിച്ചു നോക്കാം. അത് ശരിയല്ല അച്ഛാ. മനസ്സിലായില്ല? ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്നു, അച്ഛൻ ഓഫീസിലും പോകുന്നു അല്ലേ? അതെ. ഞാൻ അച്ഛന്റെ ഓഫീസിലെ സൂപ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടോ അച്ഛൻ നന്നായി ജോലി ചെയ്യുന്നുണ്ടോ, ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ. ഇതെന്താ എന്നോട് മാത്രം ഇങ്ങനെ? ദിസ് ഇസ് നോട്ട് ഫെയർ.